കുട്ടനാടിനെ കുറിച്ച് എഴുതി പിന്നീട് കേരളത്തെ കുറിച്ചായ കേരനിരകളാടും എന്ന വിഖ്യാതമായ പാട്ട്. അത് നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ പ്രഭാത രാഗം സരസ്വതി എന്ന് പറയുന്ന പ്രഭാത രാഗത്തിലാണ് ആ പാട്ട് ഒരുക്കിയിരിക്കുന്നത്. അൽഫോൺസ്, അദ്ദേഹം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല അൽഫോൺസ്, പക്ഷെ അദ്ദേഹം മനോഹരമായി ആ പാട്ടിനെ സരസ്വതി രാഗത്തിൽ അവതരിപ്പിച്ചു. അത് കേട്ടിട്ട് രവീന്ദ്രൻ മാസ്റ്റർ ചോദിച്ചു എന്നാ പറയുന്നത്, ഇത്രയും മനോഹരമായി സരസ്വതി രാഗത്തെ എങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഉൾപ്പെടുത്താൻ കഴിയും? എത്ര മനോഹരമായിട്ട് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു. പി മലയിലിന്റെ സിനിമ വരുന്നു, അതിൽ പാട്ട് എഴുതുന്നത് BR പ്രസാദാണ്. പ്രസാദേട്ടൻ തന്നെ പറഞ്ഞു, ഞാനിതൊന്നും അറിഞ്ഞില്ല. പിന്നീടാണ് പ്രസാദേട്ടനെ വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു സന്ദർഭമുണ്ട്, കുട്ടനാടാണ് കഥാപശ്ചാത്തലം, കുട്ടനാട്ടിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പുറത്തുള്ളവരെ ക്ഷണിക്കുന്ന തരത്തിലായിരിക്കണം പാട്ട്. അത് നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം, മോശമായാലും നിങ്ങളുടെ പേരിലായും അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ അദ്ദേഹം ധാരാളം പേജുകൾ എഴുതി എങ്ങനെ ഇതൊന്ന് കുട്ടനാട്ടിനെ